ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമുക്കറിയാം കുറച്ചു കാലം മുന്നെയാണ് എം ജിയുടെ പിൻസോർ ഇ വി എന്ന് പറയുന്ന വാഹനം ഇറങ്ങിയത്. ഈ വാഹനം ഇറങ്ങിയപ്പോൾ അത്യാവശ്യം നല്ല റിസപ്ഷനാണ് ഈ വാഹനത്തിന് കിട്ടിയത്. പൊതുവെ എം ജിയുടെ വണ്ടികൾ ഇനീഷ്യലി ഇറങ്ങുന്ന സമയത്ത് അങ്ങനെ ഭയങ്കര വലിയ റെസ്പോൺസ് ഒന്നും ആൾക്കാരുടെ ഭാഗത്തുനിന്ന് കിട്ടാറില്ല. പക്ഷേ ഈ വണ്ടിക്ക് എന്തായാലും അത് കിട്ടി. മാത്രമല്ല ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് നമുക്കറിയാം അത്യാവശ്യം കുറവാണ് അവർ വെച്ചിരിക്കുന്നത്. പൊതുവേ നമുക്ക് ഇ വി വണ്ടികൾ ഇത്രയും അത്യാവശ്യം സൈസുള്ള വണ്ടികൾ ഈ ഒരു പ്രൈസ് പോയിന്റിൽ അങ്ങനെ കിട്ടാറില്ല. 9.99 lakhs ആണ് ഈ വാഹനത്തിന് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. 3 വേരിയൻസ് ഉണ്ട്. അതിൻ്റെ ബേസ് മോഡലിൻ്റെ പ്രൈസ് മാത്രമേ അവരിപ്പം ടെക്നിക്കലി, അതായത് അവരുടെ ഒരു മാർക്കറ്റിംഗ് ടാക്ടിക്സ് വെച്ച് അവരിപ്പം ബേസ് മോഡലിൻ്റെ പ്രൈസ് മാത്രമേ പുറത്ത് വിട്ടിട്ടുള്ളൂ. പക്ഷേ എന്നാലും ബാക്കി 2 വേരിയൻസും അങ്ങനെ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കാൻ ചാൻസ് ഇല്ല. നമുക്ക് മാക്സിമം ഒരു 14 lakhs വരെയൊക്കെയാണ് ഞാനിതിൻ്റെ ടോപ്പിൻ്റെ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് എക്സ്ഷോറും. ഓക്കെ, ഓൺ റോഡ് ഒരു 15.5 to 16 lakhs വരെയൊക്കെ വരുമായിരിക്കും. എന്തായാലും ഈ വാഹനത്തെ പറ്റി ചോദിക്കുന്ന ആൾക്കാരിൽ ഒരു 90% ആൾക്കാരും ചോദിക്കുന്നത് ഈ വണ്ടി എടുത്താൽ നമുക്ക് ലാഭമാവോ, അല്ലെങ്കിൽ ഇതിപ്പോൾ നമ്മൾ പെട്രോൾ വണ്ടി ഡീസൽ വണ്ടിയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഓൾമോസ്റ്റ് അത്രയും റണ്ണിങ് കോസ്റ്റ് വരില്ലേ എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നതും. അത് തന്നെയാണ്, അതായത് നിങ്ങൾ ഇത്രയും പ്രൈസ് ഇനീഷ്യലി കൊടുത്തതിന് ശേഷം ഈ വണ്ടി വാങ്ങുകയാണെങ്കിൽ ലോങ് ടേമിൽ നമുക്ക് ഉണ്ടാവാൻ പോകുന്ന നഷ്ടങ്ങൾ, അതുപോലെ ഈ സെയിം പ്രൈസ് പോയിന്റിൽ കിട്ടുന്ന ബാക്കി പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ ഓർ ഈവൻ CNG വണ്ടികൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ പ്രൈസിൻ്റെ വ്യത്യാസം അല്ലെങ്കിൽ റണ്ണിങ് കോസ്റ്റിൻ്റെ വ്യത്യാസം വരും എന്നൊക്കെയാണ് അതിലൊരു ചാർട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിപ്പം ഏറ്റവും മെയിനായിട്ടൊരു പ്രശ്നം ഈ വാഹനത്തിൽ വരുന്നത് ഈ റണ്ണിങ് കോസ്റ്റിൻ്റെ കാര്യം തന്നെയാണ്. ഇനി നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഈ വാഹനത്തിൽ നമുക്ക് ഇനീഷ്യലി നമ്മൾ വണ്ടിയുടെ പ്രൈസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഇതിൻ്റെ ബാറ്ററി യൂസ് ചെയ്യുന്നതിൻ്റെ പ്രൈസ് കൊടുക്കുന്നില്ല. ഈ പണ്ടൊക്കെ BMW ഒരു സബ്സ്ക്രിപ്ഷൻ പരിപാടി ഉണ്ടായിരുന്നു. അതിപ്പം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇടയ്ക്കൊരു കാലത്ത് അവരത് അനൗൺസ് ചെയ്ത സമയത്ത് ഒരുപാട് ട്രോളൊക്കെ കിട്ടിയിട്ട് പിന്നെ അവർ ആ പരിപാടി നിർത്തിയെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു സംഭവമാണ് ഇപ്പോൾ MG ഇന്ത്യയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള പരിപാടി ഇതിന് മുന്നേ ഇല്ലായിരുന്നു. ആദ്യമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു സംഭവം ഇങ്ങനെ ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വരുന്നത്. മാത്രമല്ല ഇതിപ്പോൾ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് 1 കിലോമീറ്റർ ഈ വാഹനത്തിൻ്റെ ബാറ്ററി ഉപയോഗിക്കണമെങ്കിൽ അതിന് 3.5 രൂപ വെച്ച് MGക്ക് കൊടുക്കണം എന്നാണ്. അതായത് നിങ്ങളിപ്പോൾ 1000 കിലോമീറ്റർ ഓടിക്കുകയാണെങ്കിൽ 3500 രൂപ, അതുപോലെ 10000 കിലോമീറ്റർ ഓടിക്കുകയാണെങ്കിൽ 35000 രൂപ, 1,00,000 കിലോമീറ്റർ ഓടിക്കുകയാണെങ്കിൽ 3,50,000 രൂപ വരെ നമ്മൾ MGക്ക് കൊടുക്കേണ്ടി വരും. ഇതാണ് ഈ വാഹനത്തിൻ്റെ സബ്സ്ക്രിപ്ഷൻ പരിപാടിയുടെ കാര്യം. വേറെ ഒരു പ്രശ്നവുമില്ല, ഈ സബ്സ്ക്രിപ്ഷൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിന് കുറേ ആനുകൂല്യങ്ങൾ MG പറയുന്നുണ്ട്. നമുക്ക് 3 വർഷം വരെ ഈ വാഹനത്തിന് 60% ബൈബാക്ക് അഷോർഡാണ്. 45,000 താഴെ വണ്ടി ഓടിയിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് 3 yearsൻ്റെ താഴെ ആയിരിക്കണം വണ്ടിയുടെ യൂസ് ടൈം. അതായത് വണ്ടിയുടെ മാനുഫാക്ചറിങ് ഡേറ്റ് 3 വർഷത്തിന് താഴത്തായിരിക്കണം. അങ്ങനെയാണെങ്കിൽ 60% വരെ അവർ കൊടുത്ത നമ്മൾ എക്സ്ഷോറും കൊടുത്ത വാല്യൂവിൻ്റെ ആ റേറ്റിൽ ഒരു വണ്ടി എടുത്തോളൂ എന്ന് പറയുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ലൈഫ് ടൈം വാറൻറ്റിയാണ് MG ഫസ്റ്റ് ഓണറിന് പ്രോമിസ് ചെയ്യുന്നത്. ഇത് നിങ്ങൾ വണ്ടി വിറ്റ് സെക്കൻഡ് ഓണർ ആവുകയാണെങ്കിൽ 8 years or 1.6 lakh kilometers ആണ് ബാറ്ററി വാറൻറ്റി വരുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യമായിട്ട് വണ്ടി എടുക്കുന്ന ഒരാളാണെങ്കിൽ ഈ വണ്ടിയുടെ ബാറ്ററിക്ക് എന്ത് പറ്റിയാലും നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമില്ല. ഇപ്പോൾ വണ്ടി 10 വർഷമോ 15 വർഷമോ വരെയൊക്കെ നിങ്ങൾ ഉപയോഗിച്ചാലും ബാറ്ററി ആണല്ലോ പൊതുവെ എല്ലാവരും പ്രശ്നമായിട്ട് പറയുന്നത്. നമ്മൾ ഒരു 5-6 വർഷം കഴിഞ്ഞ് ബാറ്ററി എങ്ങാനും പോയി, അല്ലെങ്കിൽ ബാറ്ററിയുടെ മാക്സിമം റേഞ്ചിൻ്റെ കപ്പാസിറ്റി പോയി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പിന്നെ ബാറ്ററി മാറ്റണ്ടേ, അതിന് നല്ല പൈസ ആവില്ലേ, 5-6 ലക്ഷം രൂപ നമ്മൾ പിന്നെ മുടക്കണ്ടേ എന്നുള്ളതൊക്കെ ആയിരുന്നു ആൾക്കാരുടെ ഇതിന് മുന്നേ ഇലക്ട്രിക് വണ്ടി എടുക്കുന്ന ഉള്ളൊരു കൺസേൺ. അത് മാറ്റാൻ വേണ്ടിയാണ് ഇവരിങ്ങനെ സബ്സ്ക്രിപ്ഷൻ പരിപാടി കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത്. പക്ഷെ അത് മാറ്റണമെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഓണർ തന്നെ ആയിരിക്കണം. വേറൊരാളിപ്പോൾ നിങ്ങൾ യൂസ്ഡൊക്കെ ഈ വണ്ടി എടുത്തിട്ട് നമുക്കിങ്ങനെ ഓടിക്കാം എന്നുള്ളൊരു വിചാരം ഉണ്ടെങ്കിൽ അത് നടക്കില്ല. ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടംപോലെ ഫീച്ചേഴ്സൊക്കെ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. മാത്രമല്ല 9.99 lakhs എന്ന് പറഞ്ഞൊരു പ്രൈസ് പോയിന്റിൽ നമുക്ക് 4.3 meters ലെങ്ത് വരുന്ന ഒരു വാഹനമാണ് കിട്ടുന്നത്. 1.85 meters വിഡ്ത്ത് വരുന്നുണ്ട്. 1.67 meters ഹൈറ്റ് വരുന്നുണ്ട്. അങ്ങനെ ഡയമെൻഷൻസിൻ്റെ കാര്യത്തിലൊന്നും യാതൊരു കുറവും MG ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ വരുത്തിയിട്ടില്ല. ഫീച്ചേഴ്സ് നമുക്ക് ഇഷ്ടം പോലെ ഈ ഒരു വാഹനത്തിൽ കിട്ടുന്നുണ്ട്. 15.6 inches ഇൻഫോടൈം സിസ്റ്റം ഉണ്ട്. അതുപോലെ 2 spoke സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. ക്രൂസ് കൺട്രോൾ ഉണ്ട്, സ്റ്റിയറിംഗ് മോഡൽ കൺട്രോൾസ് ഉണ്ട്, ബാക്കിൽ AC വെൻ്റ് ഉണ്ട്, വെന്റിലേറ്റഡ് സീറ്റ്സ് ഉണ്ട്, പിന്നെ പാനോറാമിക് ഗ്ലാസ് റൂഫ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് വയർലെസ് ചാർജിങ് അവൈലബിൾ ആണ്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാം വയർലെസ് ആണ്. ഫ്ലഷ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിൽസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് അങ്ങനെ പറയേണ്ട ഒരുപാട് ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. സോ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലൊന്നും യാതൊരു കോസ്റ്റ് കട്ടിങ്ങും ഇല്ല. ഇനി നമുക്ക് മെയിൻ പോയിന്റിലേക്ക് വരാം. അതായത് ഈ വാഹനത്തിൻ്റെ പ്രൈസിങ്, റണ്ണിങ് കോസ്റ്റ് നമ്മൾ ബാക്കിയുള്ള പെട്രോൾ ഡീസൽ വണ്ടികൾ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അവസ്ഥ എന്താണ് എന്നുള്ളത്. അതിൻ്റെ ഒരു പ്രൈസ് ചാർട്ട് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഏറ്റവും മുകളിൽ വന്നിരിക്കുന്ന പെട്രോളാണ്. നമുക്കിപ്പോൾ 1500 kilometers ആണ് ഞാൻ പെർ മന്ത് റണ്ണിങ് എടുത്തിരിക്കുന്നത്. MG പറയുന്നത് അതാണ്, 1500 kilometers വരെയുള്ള മിനിമം റീചാർജ് ഈ വണ്ടിയിൽ വേണമെന്നാണ്. എന്ന് വെച്ചാൽ 5250 രൂപയുടെ റീചാർജ് നിങ്ങളുടെ വണ്ടിയിൽ മിനിമം ഉണ്ടായിരിക്കണം. ഓക്കെ, എനിക്കറിയാം നിങ്ങളുടെ റണ്ണിങ് ചിലപ്പോൾ ഒരു മാസം 1500 kilometer ഒന്നും ഉണ്ടാവണം എന്നില്ല. പക്ഷെ നമ്മൾ ജസ്റ്റ് ഒരു ഉദാഹരണം
ഉദാഹരണം എന്നുള്ള രീതിയിലാണ് ഇത് എടുത്തിരിക്കുന്നത്. എന്തായാലും നമ്മളിപ്പോൾ പെട്രോൾ വണ്ടി എടുത്തിരിക്കുന്നതിന് പ്രത്യേകിച്ച് ഇന്ന് വണ്ടിയൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ആവറേജ് 12 kmpയിൽ കൂട്ടിയിട്ടുണ്ട്. പൊതുവേ ഒരു പെട്രോൾ വണ്ടിക്ക് 12 km/ലിറ്റർ ഒക്കെ അറ്റ്ലീസ്റ്റ് ആവറേജ് മൈലേജ് കിട്ടേണ്ടതാണ് നിങ്ങൾ മാന്യമായിട്ടൊക്കെ ഓടിക്കുകയാണെങ്കിൽ, ഒരുപാട് ചവിട്ടി പൊളിച്ചൊന്നും ഓടിക്കാണ്ടിരിക്കുകയാണെങ്കിൽ. അങ്ങനെ നിങ്ങൾ 1500 km 12 km മൈലേജ് വെച്ച് ഓടിക്കുകയാണെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ പെട്രോളിൻ്റെ വില വെച്ച് ഏകദേശം 13,250 രൂപയാണ് നിങ്ങൾ ഈ ഒരു വാഹനത്തിൽ പെട്രോളിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം 8.83 റുപ്പീസാണ് പെർ കിലോമീറ്റർ നമുക്ക് ഈ വാഹനത്തിൽ പെട്രോൾ വാഹനത്തിൽ കോസ്റ്റ് വരുന്നത്. ഇനി നേരെ ഡീസലിലോട്ട് വരികയാണെങ്കിൽ അവിടെ നമ്മൾ 1500 km ഓടിക്കുന്നു, 18 km മൈലേജ് ആണ് ഞാൻ ആവറേജ് എടുക്കുന്നത്. പൊതുവെ ഇപ്പോഴത്തെ കാലത്ത് വരുന്ന ഡീസൽ വണ്ടികളൊക്കെ നിങ്ങളൊരു 1.5 ലിറ്റർ വണ്ടിയൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ എങ്ങനെയായാലും ഒരു 17-18 വെച്ച് നമുക്ക് ആവറേജ് മൈലേജ് കിട്ടേണ്ടതാണ്. 2 ലിറ്റർ 2.2ലേക്കൊന്നും ഞാൻ പോകുന്നില്ല, കാരണം നമുക്ക് അത് ഈ പ്രൈസ് പോയിന്റിൽ കിട്ടുന്നില്ല. ഞാൻ ഈ ഒരു പ്രൈസ് പോയിന്റിൽ വരുന്ന വാഹനങ്ങളുടെ കേസാണ് പറയുന്നത്. ഇവിടെ നമ്മൾ ഇപ്പോഴത്തെ ഡീസലിൻ്റെ റേറ്റ് എടുക്കുകയാണെങ്കിൽ, അതായത് ഏകദേശം ഒരു 95-96 റുപ്പീസ് ഒക്കെ വെച്ച് എടുക്കുകയാണെങ്കിൽ 8000 റുപ്പീസാണ് നമുക്ക് ഈ ഒരു വാഹനത്തിന് ഒരു മാസം ഡീസൽ അടിക്കാനുള്ള കോസ്റ്റ് വരുന്നത്. അതായത് 5.3 റുപ്പീസാണ് പെർ കിലോമീറ്റർ നമുക്ക് ഡീസലിൻ്റെ റണ്ണിങ് കോസ്റ്റ് വരുന്നത്. ഇനി നേരെ CNGയിലോട്ട് വരികയാണെങ്കിൽ അത് ഭയങ്കര എഫിഷ്യൻ്റ് ആണ്, നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. 1500 km നമ്മൾ CNGയിൽ ഓടുകയാണ്, 28 km/kg ആണ് ഏകദേശം മൈലേജ് കിട്ടുന്നത് എന്ന് കൂട്ടുക. 28ഒക്കെ പൊതുവെ ഒരു CNG വണ്ടിക്ക് കിട്ടേണ്ടതാണ്. ഗ്രാൻഡ് വിറ്റാരയ്ക്കൊക്കെ പൊതുവെ ഓണസ് 25 to 30, 35 വരെയൊക്കെ ആൾക്കാർ പറയാറുണ്ട്. ഈ ഒരു പ്രൈസ് പോയിന്റിൽ കിട്ടുന്നത് ഗ്രാൻഡ് വിറ്റാരയുടെ CNG ആയതാണ് ഫാക്ടറി ഫിറ്റഡ് ആയിട്ട് കിട്ടുന്നത്, അതുകൊണ്ടാണ് അത് പറഞ്ഞത്. പിന്നെ പ്രസേഡയൊക്കെ CNG നമുക്ക് കിട്ടുന്നുണ്ട്, അത് രണ്ടും പിന്നെ സെയിം എഞ്ചിനാണല്ലോ. അപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് CNGയുടെ കേസിൽ 4607 രൂപ മാത്രമാണ് ഒരു മാസം ചിലവ് വരുന്നത്. 3.07 റുപ്പീസ് മാത്രമാണ് പെർ കിലോമീറ്റർ അതിന് കോസ്റ്റ് വരുന്നത്. അതുകൊണ്ടാണ് കുറേ ടാക്സി എർട്ടിഗയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്, അതിന് റണ്ണിങ് കോസ്റ്റ് വളരെ കുറവാണ്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നമ്മുടെ MGയുടെ വിൻസോർ EV, അതും 1500 km നമ്മൾ ഓടുന്നു. ഏകദേശം 280 കിലോമീറ്റേഴ്സാണ് ഞാനിതിന് റേഞ്ച് പിടിച്ചിരിക്കുന്നത് ഒരു ഫുൾ ചാർജിൽ ഓടുന്നതായിട്ട്. കമ്പനി 331 ക്ലെയിം ചെയ്യുന്നത്. 300 വരെയൊക്കെ സുഖമായിട്ട് കിട്ടേണ്ടതാണ്, പക്ഷെ എന്നാലും നമ്മളൊരു റിയലിസ്റ്റിക് ടേംസ് വെച്ച് 280ഒക്കെയാണ് പിടിച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾ ഒരുപാട് ചവിട്ടിപ്പൊളിച്ചൊക്കെ ഓടിക്കുകയാണെങ്കിൽ 250 വരെ താഴേക്കൊക്കെ പോകാം കേട്ടോ. എന്നാലും എൻ്റെ ഒരു നടുവിലത്തെ പോയിന്റ് പിടിച്ചതേ ഉള്ളൂ. ഇത് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ വാഹനത്തിന് 38 kWh ബാറ്ററി പാക്കാണ് വരുന്നത്. എന്ന് വെച്ചാൽ ഏകദേശം മാക്സിമം പോവുകയാണെങ്കിൽ ഒരു 40 kWh വരെ അതിന് യൂണിറ്റ്സ് ഓഫ് എനർജി ഉപയോഗിക്കും. നമുക്ക് കേരളത്തിൽ മാക്സിമം നമ്മുടെ ഇലക്ട്രിസിറ്റിയുടെ റേറ്റ് വരുന്നത് 8.7 റുപ്പീസാണ്. അതിപ്പോൾ ഡിപ്പെൻഡ് ചെയ്യും, നിങ്ങൾ 500 യൂണിറ്റിന് മുകളിലൊക്കെ ഈ ഒരു ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുകയാണെങ്കിലാണ് 8.7 വരെ വരുന്നത്. പക്ഷേ 8.7 റുപ്പീസ് എന്ന് പറയുന്നത് മാക്സിമം ആണ്. അതിനെ നമ്മൾ 40 kWh എന്നുള്ള രീതിയിലെടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ 348 വരുന്നത് യൂണിറ്റ്സ് ഓഫ് എനർജി നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്. അതിനെ ഇനി വീണ്ടും 280 വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 1.24 കിട്ടും. അതിൻ്റെ കൂടെ MG പറയുന്ന 3.5 റുപ്പീസ് അതാണല്ലോ നമ്മൾ പെർ കിലോമീറ്റർ പേ ചെയ്യുന്നത്. മറ്റേ 1.24 എന്ന് പറയുന്നത് നമ്മൾ ഇലക്ട്രിസിറ്റിക്ക് വേണ്ടി മാത്രം ചിലവാക്കുന്നതാണ്. അതായത് അത് 1.25 രൂപയുടെ അടുത്ത് വരുന്നുള്ളൂ. ഇപ്പോൾ MGയുടെ സബ്സ്ക്രിപ്ഷൻ പരിപാടി ഒന്നുമില്ലെങ്കിൽ അത്ര ഈ വണ്ടിക്ക് റണ്ണിങ് കോസ്റ്റ് വരുന്നുള്ളൂ. എന്ന് വെച്ചാൽ നമ്മുടെ CNGയേക്കാളൊക്കെ പകുതിയുടെ താഴെയാണ് വരുന്നത്. പക്ഷേ MGയുടെ ഈ പറയുന്ന 3.5 കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ 4.74 കിലോമീറ്റേഴ്സാണ്, 4.74 റുപ്പീസാണ് നമുക്ക് പെർ കിലോമീറ്റർ MGയുടെ വിൻസോർ EVയുടെ റണ്ണിങ് കോസ്റ്റ് ആവറേജ് വരുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണും ഇതിൻ്റെ റണ്ണിങ് കോസ്റ്റ് ഏകദേശം എവിടെയാണ് കിടക്കുന്നത്. പെട്രോളിൻ്റെ പകുതി വരുന്നുള്ളൂ, പക്ഷേ ഓൾമോസ്റ്റ് ഡീസലിൻ്റെ അടുത്തൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട്. നമ്മൾ പിന്നെ ഇതിൻ്റെ മെയിൻ്റെനൻസ് കോസ്റ്റ് ഒന്നും കൂട്ടിയിട്ടില്ല. അത് കൂട്ടുമ്പോൾ എന്തായാലും ഡീസൽ കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആയിരിക്കും, പെട്രോൾ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. CNG ഓൾമോസ്റ്റ് പെട്രോളിന് അത്രേ വരുള്ളൂ. ഇലക്ട്രിക്കിന് പിന്നെ അങ്ങനെ ഒരുപാട് മെയിൻ്റെനൻസ് കോസ്റ്റ് ഒന്നും വരാൻ പോകുന്നില്ല. സോ അത് നമ്മളിത് കൂട്ടിയിട്ടില്ല, ജസ്റ്റ് റണ്ണിങ് കോസ്റ്റിൻ്റെ കമ്പാരിസൺ മാത്രമാണ് പറയുന്നത്. പിന്നെ ഇതിലിപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന മൈലേജ് എല്ലാം ഡിപ്പെൻഡ് ചെയ്യാം നിങ്ങളുടെ ഒരു ഡ്രൈവിംഗ് സ്റ്റൈലൊക്കെ അനുസരിച്ച്. CNG ചിലപ്പോൾ നമ്മൾ ടൗണിൽ കൂടെ ഓടിക്കുമ്പോൾ ഇത്തിരി കൂടെ മൈലേജ് കുറയാം. ഇതിപ്പോൾ ഏകദേശം ഒരു നല്ലൊരു ഹൈവേ യൂസിലൊക്കെയാണ് 28 ഒക്കെ കിട്ടാൻ പോകുന്നത്. ഗ്രാൻഡ് വിറ്റാരൊക്കെ ആണെങ്കിൽ, വാഗണാറും ചെറിയ വണ്ടികളൊക്കെയാണ് എന്തായാലും CNGക്ക് അത്യാവശ്യം മൈലേജ് കിട്ടും. കുറച്ചുകൂടെ വലിയ വണ്ടിയിൽ 1.5ലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ഇത്തിരി കൂടെ ഒരു ഇതാവുന്നത്. ഞാനത് കുറച്ച് ഒപ്റ്റിമിസ്റ്റിക്കായി CNGയുടെ മൈലേജ് എടുക്കുന്ന കാര്യത്തിൽ. എന്തായാലും ഇതിൽ നമുക്ക് വിൻസോർ EVയുടെ കേസിൽ ഒരു കൺക്ലൂഷനിലേക്ക് എത്താം. നിങ്ങൾ റണ്ണിങ് കോസ്റ്റ് നോക്കി ഇലക്ട്രിക് വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണ്, 2000-3000 കിലോമീറ്റേഴ്സൊക്കെ ഒരു മാസം റണ്ണിങ് ഉണ്ട്, അതുകൊണ്ട് പൈസ സേവ് ചെയ്യാൻ വേണ്ടി ഇലക്ട്രിക് വണ്ടി എടുക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ളൊരു ഓപ്ഷൻ ഈ വണ്ടിയല്ല. നമ്മൾ കാര്യം ഇനീഷ്യലി പേ ചെയ്യുന്ന എമൗണ്ട് കുറവാണ്. ഇപ്പോൾ നെക്സോൺ EV എന്ന് പറയുമ്പം ഇപ്പോഴത്തെ എൻ്റെ ബേസ് മോഡലിൻ്റെ പ്രൈസ് 12.49 lakhs ആണ്. പക്ഷേ അത് മീഡിയം റേഞ്ചാണ്, 30 kWh ബാറ്ററി പാക്കേ ഉള്ളൂ. ഇത് 38 kWh ആണ്. അപ്പോൾ നമുക്ക് റേഞ്ചിൻ്റെ കാര്യത്തിലൊക്കെ നല്ല വ്യത്യാസം വരും. നെക്സോൺ EVയുടെ ലോങ് റേഞ്ച് മോഡൽ എടുക്കുകയാണെങ്കിലാണ് നമുക്ക് ഈ വണ്ടിയായിട്ട് ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ഒരു റേഞ്ച് കിട്ടാൻ പോകുന്നത്. കാരണം അതിൻ്റെ ലോങ് റേഞ്ചിൽ 40.5 kWh ആണ്, ഇത് 38 kWh ആണ്. അപ്പോൾ ഏകദേശം സിമിലർ ആയിട്ടുള്ള റേഞ്ച് ഫിഗേഴ്സിലേക്ക് വരും. പക്ഷേ മറ്റേതിൻ്റെ 40 kWh മോഡൽ വരുന്ന അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. 14.59 lakhs ആണ് അതിൻ്റെ ഇപ്പോഴത്തെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. അത് ഓഫർ പ്രൈസ് ആണ്, October 31 വരെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ വീണ്ടും റേറ്റ് കൂടും. ഇപ്പോഴത്തെ പ്രൈസ് ഡിഫറൻസ് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ വണ്ടിയുടെ ബേസ് മോഡലും മറ്റേ വണ്ടിയുടെ ബേസ് മോഡലാണ് 14.59 lakhs വരുന്നത്.
ടോപ്പ് എൻഡിലേക്ക് പോവുകയാണെങ്കിൽ മറ്റതിന് നമുക്ക് ഏകദേശം 16.5 ലാക്സോളം ഇപ്പോൾ വരുന്നുണ്ട്. ഈ വണ്ടിയുടെ ടോപ്പ് എൻഡിൻ്റെ പ്രൈസ് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ രണ്ടിൻ്റെ ബേസ് വെച്ച് കമ്പയർ ചെയ്യുന്നത്. ഈ ബേസ് പ്രൈസ് കമ്പയർ ചെയ്യുമ്പോൾ 4.6 ലാക്സിന് ഡിഫറൻസ് ഉണ്ട്. ഓൺ റോഡ് വരുമ്പോൾ ഏകദേശം 4.8 ലാക്സിന് ഡിഫറൻസ് വരും. ഈ 4.8 ലാക്സിന് ഡിഫറൻസ് നിങ്ങൾ എം ജിക്ക് കൊടുക്കുന്ന എമൗണ്ട് നമ്മൾ അഡീഷണൽ ഇപ്പുറത്ത് എത്തണമെങ്കിൽ അതിന് വേണ്ടി നിങ്ങൾ ഓടേണ്ടത് 1,38,000 കിലോമീറ്റർ ആണ്. എന്നാൽ മാത്രമേ ഈ ഒരു 14.6 ലാക്സ് എന്ന് പറയുന്ന പ്രൈസ് പോയിന്റിലേക്ക് നമ്മൾ ഏകദേശം എത്തുള്ളൂ. പക്ഷേ എന്നാൽ പോലും ഇവിടെ രണ്ടിനും ചാർജിങ്ങിൻ്റെ കോസ്റ്റ് വരുന്നുണ്ട്. ചാർജിങ്ങിൻ്റെ കോസ്റ്റ് ഞാൻ കൂട്ടിയിട്ടില്ല, കാരണം അത് നെക്സോൺ ഇവിക്കും സെയിം ആയിരിക്കും, ഈ വണ്ടിക്കും ഏകദേശം സെയിം ആയിരിക്കും. സോ അതിൽ നമുക്ക് വലിയ ഡിഫറൻസ് പറയാൻ പറ്റില്ല. ജസ്റ്റ് എം ജിക്ക് നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് വെച്ച് മാത്രം നോക്കുമ്പോഴാണ് ഈ ഒരു എമൗണ്ടിലേക്ക് എത്താനായിട്ട് നിങ്ങൾ ഓടേണ്ട ദൂരം കാണിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ഓട്ടം നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിലുണ്ട് എങ്കിൽ ഈ വണ്ടി കൺസിഡർ ചെയ്യാതെ വേണമെങ്കിൽ മറ്റേ വണ്ടി കൺസിഡർ ചെയ്യാം. കാരണം 1,38,000 കിലോമീറ്റർ കഴിഞ്ഞാൽ ബാക്കി ഓടുന്നതെല്ലാം നിങ്ങൾ അഡീഷണൽ കൊടുക്കുന്ന എമൗണ്ട് ആയിരിക്കും നെക്സോൺ ഇവിടെ മുകളിൽ. പക്ഷേ അത് എല്ലാം നിങ്ങളുടെ റണ്ണിങ് കോസ്റ്റ്, അതായത് നിങ്ങളുടെ ഒരു ഓട്ടം അനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്യും ബാക്കി റണ്ണിങ് കോസ്റ്റ് വരുന്നത്. ഇപ്പോൾ ഈ വണ്ടിയുടെ റണ്ണിങ് കോസ്റ്റിനെ പറ്റിയുള്ള നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും തീർന്നിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. ഇതിൽ ഇനിയിപ്പോൾ യാതൊരു പ്രശ്നം വരേണ്ട കാര്യമില്ല. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻസിൽ ഇട്ടാൽ മതി, നമുക്ക് നോക്കാം. അത്യാവശ്യം നല്ല എഫേർട്ടൊക്കെ എടുത്ത് ചെയ്തിരിക്കുന്ന വീഡിയോ ആണ്, ഇഷ്ടംപോലെ കാൽക്കുലേഷൻസ് ഉണ്ട്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.